വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാനവട്ട കണക്കുകൂട്ടലുകളിലും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. 80-ൽ കുറയാത്ത സീറ്റ് പ്രതീക്ഷിക്കുന്ന UDF തരംഗമുണ്ടായാൽ അത് 100-നടുത്തെത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവസാനവട്ട കണക്കുകൂട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അടിയൊഴുക്കുകൾ ഒരുപാട് ഉണ്ടാകുമല്ലോ, അതും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ രണ്ട് മുന്നണികളും, ഒപ്പം NDAയും. ഇടത് വലത് മുന്നണികൾ ഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ആശങ്ക രണ്ട് കൂട്ടർക്കും ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസ്തുതയും അതുതന്നെയാണ്. ഇടതുമുന്നണി സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം നേടി ഭരണത്തുടർച്ചയായിരുന്നു. അതായത് 99 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത്. അൻവർ പോയപ്പോൾ 98 അങ്ങനെയെങ്കിൽ 99-100 സീറ്റ് നേടിയ അധികാരം. ഇതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് 74-75. മുഖ്യമന്ത്രി സർവേകൾക്കപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സർവേ നടന്നിരുന്നു. അതിലും 74-ന് മുകളിൽ സീറ്റ് എന്നൊരു കണക്കുണ്ട്. അതാണ് പിണറായി വിജയൻ ഇപ്പോഴും ഈ വിജയപ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റു നേതാക്കൾക്ക് അത്രയധികം പ്രതീക്ഷയില്ല. എങ്കിലും മുഖ്യമന്ത്രി വിജയം ഉറപ്പെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാകുമെന്ന് അവരും കരുതുന്നു, ആഗ്രഹിക്കുന്നു. UDF ആകട്ടെ 100 സീറ്റ് മുകളിലേക്ക് ഒരു വിജയമെന്ന ഒരു പ്രഖ്യാപനമാണ് ആദ്യഘട്ടങ്ങളിൽ അവകാശവാദം നടത്തി. പക്ഷേ ഇപ്പോൾ അത് 80 സീറ്റെങ്കിലും നേടി അധികാരത്വത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. തരംഗമുണ്ടായാൽ 90-ന് മുകളിലേക്ക് 100-നടുത്തെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ക്യാമ്പിലും വലിയ ആശങ്കയുണ്ട്. എവിടെയൊക്കെയാണ് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വോട്ടുകൾ പോയിട്ടുള്ളത്, BJP എവിടെയൊക്കെ വോട്ട് പിടിക്കും, എത്ര വോട്ട് പിടിക്കും, അത് ആരുടെ വോട്ട്, ഭരണവിരുദ്ധ വികാരം വിഭജിച്ചു പോകുമോ, സർക്കാർ വിരുദ്ധ വികാരം രണ്ടായി പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. BJP ആകട്ടെ അവർക്ക് 3 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ്. ചില സർവേകൾ പ്രകാരം അത് ഇരട്ട കടന്നാലും അതിശയപ്പെടാനില്ല എന്ന സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും നേമവും BJP ഉറപ്പിക്കുന്നു. വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടമുണ്ട്. ചാത്തന്നൂരും തൃശ്ശൂരും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. മഞ്ചേശ്വരം പ്രതീക്ഷയാണ്. പാലക്കാട് വിജയിച്ചു വരാം, ശക്തമായ ത്രികോണ പോരാട്ടത്തിനുണ്ട്, വിജയിച്ചു കയറാമെന്ന് കരുതുന്നു. അങ്ങനെ BJPക്കും വലിയ പ്രതീക്ഷയുണ്ട്. ആശങ്കയില്ലാതെ തെരഞ്ഞെടുപ്പിൽ നേടാവുന്ന BJPക്ക് മാത്രമാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റും അവർക്കില്ല. അതുകൊണ്ട് ഒരു സീറ്റ് ലഭിച്ചാൽ പോലും BJPക്ക് അതൊരു നേട്ടമായി എടുത്തുകാട്ടാം. വോട്ടിംഗ് ശതമാനം ഉയർത്തിയാൽ മതി. പക്ഷേ ഇടത് വലത് മുന്നണികൾക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. വലിയ ആത്മവിശ്വാസം പുറമെ പ്രകടിപ്പിക്കുമ്പോഴും രണ്ട് മുന്നണികൾക്കും കടുത്ത ആശങ്കയുണ്ട് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12:30-ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമാണ്. മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.